ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു സരിയും അതുപോലെ തന്നെ ഷാരിയും അടക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് രൂപയുടെയും ചന്ദ്രസേന്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. അവിടെ രൂപയും ചന്ദ്രസേനും ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഷാരിയും സരിയും അവിടേക്ക് വരികയാണ്. ഷാരിനെയും സരിയും ചന്ദ്രസേനും രൂപയും നോക്കുന്നുണ്ട്. രൂപ ചോദിക്കേണ്ട, നിന്റെ അച്ഛനെ അടക്കം ചെയ്തപ്പോഴേക്കും നിനക്ക് വിഷമം ഉണ്ടായിരുന്നോ? ഞാനതിനാ ആന്റി വിഷമിക്കണത്. എന്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും പോയി വന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അയാള് മരിക്കേണ്ടവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ. എന്തായാലും നീ അടക്കമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, വന്നിട്ടൊന്ന് കുളിക്ക്. വേണ്ട ആന്റി, അവിടെ എന്റെ അമ്മയുണ്ട്. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ വീട്ടിലേക്ക് പോട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ വരാം എന്ന് പറയാണ്. എന്നിട്ട് സരിയു അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ഷാരിയുടെ ചന്ദ്രസേന ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഷാരി. ഹേ, എന്റെ മുഖത്തോ? എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ അയാളെ പോലത്തെ ആരും മഴിക്കേണ്ടത് തന്നെയാണ്. എന്റെ മോളുടെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല. മരിക്കേണ്ട ആള് മരിക്കുക തന്നെയല്ലേ വേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ എന്റെ കൈ കൊണ്ടാണ് മരിച്ചാനെ എന്ന് പറഞ്ഞിട്ട് ഷാരിയും അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ചന്ദ്രസേന രൂപയെടുത്ത് പറയുന്നുണ്ട്, പുണ്യം കിട്ടാത്ത ഒരു മരണമാണ് അവന്റെ. അത്ര ക്രൂരനല്ലേ അവൻ. ഇങ്ങനത്തെ മരണമാണ് അവൻ അർഹിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രൂപ ഇങ്ങനെ ചന്ദ്രസേനോട് പറയണ്ട. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഷാരി ആണെങ്കിൽ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് പൊട്ടിക്കരയാട്ടോ. ഈശ്വര, എനിക്കൊന്നും കരയാൻ പോലും പറ്റുന്ന സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലല്ലോ. എന്നെ ഇതൊന്ന് കാണാതെ അങ്ങോട്ട് എടുത്തൂടെ, എന്നെയും അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. എടാ, ഇവിടുന്ന് പോയാ നിന്റെ കൂട്ടാളി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? പരോള് കഴിഞ്ഞിട്ട് നിന്റെ 16 അടി ഞാൻ തരുന്നില്ലടാ എന്ന് വിക്രം പറയുമ്പോഴേക്കും അത് എന്റെ ആയിരിക്കില്ല, നിന്റെ ആയിരിക്കും. എടാ ഗംഗേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, നീ പറയുന്നതൊക്കെ ഞാൻ തിരിച്ചു മറുപടി തരും എന്ന് പറയാണ് വിക്രം. അത് കേൾക്കുമ്പോഴേക്കും മനോഹർ പറയണ്ട്, അതിന് നിന്റെ ഗംഗ വരോടാ, അവനൊക്കെ ചത്തുടങ്ങിയിട്ടാണെന്നാണ് കേൾക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വാർഡൻ പുറകെ കൂടി വരാണ്. അതേടാ ചത്തു എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ ചത്തടാ. ആരാ സാറേ? ഒന്നും മനസ്സിലായില്ല. എടാ, ഇവിടുന്ന് പോയില്ലൊരു തടിയൻ. അവൻ പോയിട്ടെ ഇവന്റെ പെങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ? അവ കൊന്നു കഴിഞ്ഞിട്ടേ അവൻ നേരെ പോയിട്ട് ഒളിക്കാൻ വേണ്ടി പോയതേ കാട്ടിലേക്കാണ്, രക്ഷപ്പെടാനായിട്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടി അവന് വലിച്ചു കീറി കൊന്നു. അവന്റെ ശവമടക്കം കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മനോഹറിന്റെ ഒരു സമാധാനമായിട്ടോ. വിക്രം പറയണ്ട്, അയ്യോ സാറേ, അതെ കൊന്നതായിരിക്കില്ല, അവനെ മനപ്പുറം കാട്ടിൽ കൊണ്ട് ഇട്ടതായിരിക്കും കിരണും അവന്റെ കൂടെയുള്ള ആൾക്കാരും എന്ന് പറയുമ്പോഴേക്കും ആ വാർഡൻ പറയണ്ട്, അത് കൊന്നാലും കൊന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമേ ഉള്ളൂ. എന്നാലും ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തം മരിച്ചു പോയാലോ, അതന്നെ സമാധാനം. സാറേ, ഈ പറഞ്ഞതിനൊക്കെ ഗംഗേട്ടൻ വരുമ്പോ സാർ മറുപടി പറയേണ്ടി വരും. ഞാനിതൊക്കെ ഗംഗേട്ടനോട് പറഞ്ഞു കൊടുക്കും. നീ പോയി പറഞ്ഞു കൊടുക്ക്, അതിനിപ്പോ എനിക്ക് എന്താണ് എന്ന് പറഞ്ഞിട്ട് വാർഡൻ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ പറഞ്ഞിട്ട്, പാവങ്ങളിൽ പാവങ്ങളായിരുന്നു കല്യാണി. അവളെ കുത്തിയോണ്ടല്ലേടാ നിന്റെ അങ്കിളിന് ഇത് വന്നത്. എന്തായാലും ആ ഒരു ശല്യം ഒഴിഞ്ഞുപോയി കിട്ടി. എടാ മനോഹറെ, നീ അധികം അങ്ങോട്ട് നെളിയണ്ടടാ. ഗംഗേട്ടൻ വന്നാൽ നിന്റെ അന്ത്യം ആയിരിക്കടാ. അതിന് നിന്റെ ഗംഗേട്ടൻ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയത്തില്ല. മിക്കവാറും അവന് ഇതുപോലത്തെ മരണവും സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. വിക്രം ഇങ്ങനെ എന്തൊരു അവസ്ഥയായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സരയുനെയാണ്. സരയു നേരെ താരയുടെ അടുത്തേക്ക് എത്തിയട്ടോ. താരയുടെ അടുത്തേക്ക് ചോദിക്കുന്നുണ്ട്, അറിഞ്ഞായിരുന്നോ എന്റെ അച്ഛന്റെ മരണം എന്ന് പറയുമ്പോഴേക്കും താര തലയാട്ടാണ്. അമ്മക്ക് സന്തോഷമായി കാണുമല്ലേ, അമ്മേനെ ചതിച്ച ആളല്ലേ. അല്ല, അമ്മയുടെ താരാ പറഞ്ഞത് എന്റെ അച്ഛന്റെ മരണകാര്യ ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ രൂപ പറഞ്ഞിരുന്നു എന്ന് പറയാണോ? അപ്പോഴേക്കും ആന്റി മെസ്സേജ് അയച്ചെല്ലാം പറഞ്ഞിരുന്നോ? ഞാനും എന്റെ വളർത്തമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും കൂട്ടാണ് അടക്കം ചെയ്യാൻ വേണ്ടി പോയത്. ഞങ്ങൾക്കൊന്നും പൊട്ടിക്കരയാൻ പോലും പറ്റിയില്ല. ഞാൻ എന്തിനാണ് എന്റെ അച്ഛനെ വെറുക്കുന്നത്? എനിക്കും വേണ്ടി മാത്രം ജീവിച്ച ആളാണ് എന്റെ അച്ഛൻ. എനിക്കത് നന്നായിട്ട് അറിയാം. എനിക്ക് കിരണ നേടിത്തരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്തത്. എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്താണ്, എനിക്ക് എന്റെ അച്ഛനെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്റെ അച്ഛന് ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ചെയ്ത കർമ്മം ഞാൻ ബാക്കി ചെയ്യണം. കല്യാണിനെ കൊന്ന് കിരണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നാൽ മാത്രമേ എന്റെ അച്ഛന് ആത്മാവിന് സമാധാനം കിട്ടുള്ളൂ. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിലേ ഞാൻ എന്റെ മോളെയും കൊണ്ട് എന്റെ അച്ഛൻ പോയില്ലേ, അവിടേക്ക് ഞാനും പോകും. പറഞ്ഞത് മനസ്സിലായോ? പിന്നെ എന്റെ അമ്മയായ നിങ്ങള് രണ്ട് വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ടിരിക്കാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങക്ക് സ്നേഹം എന്നോട് മാത്രം മതി. അതല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹമെങ്കിൽ സ്നേഹിച്ചോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകും. ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സരയു അകത്തേക്ക് കയറി പോട്ടോ. താരക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല, എന്ത് പറയണോന്ന് അറിയില്ല. അങ്ങനെ നിൽക്കാണ് താര. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെ വേലുവിനെയാണ്. രണ്ടുപേരും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ
പോലീസ് വണ്ടി അവിടെ വരുന്ന മുമ്പ് വേറൊരു ഭാഗമുണ്ട്. വേറൊന്നുമല്ല, ഈ CA മാർട്ടിന്റെ അടുത്ത് അവിടുത്തെ SI വന്ന് പറയുന്നുണ്ട്, ആ രാഹുൽ എന്ന് പറഞ്ഞ ആള് മരിച്ചു സാറേ. മരിച്ചതാണോ കൊന്നോന്നോ ആർക്കറിയാം. ആ കിരൺ എന്ന് പറഞ്ഞ ആളെ എനിക്ക് നല്ല സംശയമുണ്ട്. SI പറയണ്ട, ആ വേലുവിന്റെ ഊരിലാണ് അവനെ മരിച്ചു കിടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് വേറെ ആളുടെ കൈവിരലുകളോ അല്ല ബലം പിടിപ്പിച്ച് മരിപ്പിച്ചെന്നോ അല്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. നമുക്ക് ആ കേസ് അന്വേഷണത്തെ പിന്നെ പോവാൻ പറ്റില്ല. മരിക്കണ്ടോ മരിച്ചു, നമുക്ക് അതല്ലല്ലോ ആ ഗംഗപ്രസാദ് കേസല്ല അന്വേഷിക്കണത്. എന്തായാലും തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇനി എന്തായാലും കേസ് അവസാനിപ്പിച്ചേ പറ്റൂ. സാറേ ഇന്നും ആ സ്റ്റെഫി വന്നിരുന്നു എന്ന് SI പറയുമ്പോ, അവൾ എന്തിനാണോ ഒരു ദിവസം 3-4 നേരമൊക്കെ ഇവിടെ കയറി ഇറങ്ങണത്? അവള് വന്നാലും ഇല്ലെങ്കിലും ഈ കേസ് ഞാൻ അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടണം കേട്ടോ. ആ സമയത്താണ് വേലുവിന് രതീഷിനെ ബൈക്കിന് പോണ കാണുന്നത്. അവരുടെ മുമ്പിലേക്ക് വേഗം തന്നെ പോലീസ് ജീപ്പ് പാർക്ക് ചെയ്യാണ്. രതീഷും വേലും പെട്ടെന്ന് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവരോട് മറ്റേ CA മാർട്ടിൻ ചോദിക്കണ്ട്, എവിടേക്കാടാ പോകുന്നത്? സാറേ ഞങ്ങൾ വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നീ വീണ്ടും നാട്ടിലേക്ക് എത്തിയോ എന്ന് വേലുവിനോട് CA ചോദിക്കുമ്പോ, അതെ സാറേ എന്റെ വിവാഹമാണ്, അപ്പൊ അത് വിളിക്കാനായിട്ട് പറയാനായിട്ടൊക്കെ എത്തിയതായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നെ വിളിപ്പിച്ചപ്പോഴേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനുണ്ടെന്ന്. അല്ല രതീഷിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. രതീഷ് നമ്മള് തമ്മിൽ ഇതുവരെ പരിചയപ്പെട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിൽ കയറ്, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എടോ കുറ്റവാളികളെ മാത്രല്ല, കുറ്റം ചെയ്തതിന്റെ കൂടെ നിന്നവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തെന്നൊക്കെ ഇരിക്കും. നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്. എടോ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട്, എടോ ഈ ബൈക്ക് കൊണ്ടുപോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രതീഷിനെ വേലുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം മാർട്ടിൻ. എന്നിട്ട് ആ CA ചോദിക്കണ്ട്, അതെ സത്യം പറ, നിങ്ങൾക്ക് ഈ ഗംഗപ്രസാദം തിരോധനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ ഇല്ല സാറേ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ശരി, ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കിരൺ വണ്ടിയായിട്ട് പുറകിലേക്ക് പോകുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വണ്ടിയായിട്ട് മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ദൃശ്യമാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ വേലും രതീഷും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. CA പറയുന്നുണ്ട്, നിങ്ങളുടെ തലമൂത്തവൻ അതായത് ആ കിരൺ, അവനെ കുറച്ച് ബുദ്ധി കൂടുതലുണ്ട് കേട്ടോ. അവൻ എന്തിനാണ് ആ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് തന്നെ ഈ വണ്ടിയായിട്ട് പുറകിലേക്ക് പോയി, എന്നിട്ട് ആ വണ്ടിയായിട്ട് പിന്നെയും മുമ്പിലേക്ക് കൊണ്ടുവന്നു? എന്താണ് ആ വണ്ടിയിലെ ഗംഗപ്രസാദിന്റെ ശവമാണോ എന്ന് CA ചോദിക്കുമ്പോ, അയ്യോ അല്ല സാറേ, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കായിരുന്നു പുറകേന്നേ. മനസ്സിലായടാ, നിന്നേക്ക് നന്നായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒന്ന് പുറത്തു വരുന്ന പോവാണ്ട്, അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ തന്നെ മറുപടി പറയുന്നത് എനിക്ക് നോക്കണമല്ലോ. എടോ ഇവരെ ലോക്കപ്പിലിട്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് പോവാണ്. നേരെ പോകുന്നത് കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാട്ടോ. അവിടെ പോയി ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ശാന്ത ചേച്ചിയാണ് വാതിൽ തുറക്കണത്. നിങ്ങൾ ആരാ എന്ന് CA ചോദിക്കുമ്പോ, അയ്യോ സാറേ ഞാനിവിടെ വേലക്ക് നിക്കണതാണേ. പേരെന്താ? ശാന്ത എന്നാണ് സാറേ. നിങ്ങൾ ഇവിടെ കുറെ നാളായോ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതെ സാറേ, കിരണും കല്യാണം കഴിഞ്ഞ് ഈ വീടെടുത്തപ്പോ മുതൽ ഞാൻ ഇവിടെ ഉണ്ട് സാറേ. അല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ? കല്യാണി മോളെ കുത്തേറ്റ് ഹോസ്പിറ്റലല്ലേ, പാവങ്ങളായിരുന്നു കല്യാണി മോള്. അപ്പൊ നിങ്ങളാണ് ഭയങ്കരി? അയ്യോ ഞാൻ അതിനേക്കാളും പാവാ സാറേ. കിരൺ ഇവിടെ ഇല്ലേ? കിരൺ സാറ് ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും സാറേ എന്ന് പറയാണ്. ഞാനേ ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് CA മാർട്ടിനെ ആൾക്കാരെ വിളിച്ചിട്ട് പുറകു ഭാഗത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ഈ ശാന്തിച്ച് അടക്കളയെ കൂടി പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ്. CA മാർട്ടിൻ അവിടുത്തെ പിന്നാമ്പുറത്തെ എല്ലാ ഭാഗങ്ങളും ശരിക്കും നോക്കുന്നുണ്ട്. പറമ്പില് മറ്റേ ഗംഗപ്രസാദം വെച്ച തെങ്ങ് മാത്രം എന്തോ ഒരു വശപശയായിട്ട് നിൽക്കുന്നതായിട്ട് CA മാർട്ടിൻ കാണുന്നുണ്ട്. അയാൾ ആ തെങ്ങിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഇങ്ങനെ ശരിക്കും നോക്കുന്നുണ്ട്. പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ശാന്ത ചേച്ചി അടക്കളയിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക കാണാട്ടോ. നിങ്ങൾ ഇതിനെ അവിടെ ഒളിഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ശാന്തച്ചിച്ച് വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ഈ തെങ്ങ് എപ്പോഴാ ഇവിടെ കൊണ്ട് വെച്ചത്? അയ്യോ സാറേ അത് കുറച്ചു ദിവസമായി. കുറച്ചു ദിവസം വെച്ചാല് കാർത്തികയുടെ വിവാഹത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് CA ചോദിക്കാണ്. അത് കേട്ട് ശാന്തച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ തെങ്ങിനെ കുറിച്ച് കല്യാണിമോൾ ആരോടൊന്നും പറയരുതാണല്ലോ പറഞ്ഞത്. എന്താ നിങ്ങൾ ആലോചിക്കണത്? ഒന്നുമില്ല സാറേ, എപ്പോഴാ വെച്ചത് ഓർമ്മയില്ല സാറേ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് CA ആ തെങ്ങിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അതായത് അയാൾ കേസ് അന്വേഷണം പൂർണ്ണതയിൽ എത്താനായിട്ടായി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.